إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിക്കുക. അല്ലാഹുവിലേക്ക് നാം മടക്കപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹു തആല മനുഷ്യർക്ക് ഈ ലോകത്ത് അവരുടെ നന്മകൾ നേടിയെടുക്കാനും അവരുടെ വ്യത്യസ്ത ആവശ്യങ്ങൾക്കുമായി അല്ലാഹു ഒരുക്കിയിട്ടുള്ള കാര്യമാണ് സമ്പത്ത്, പണം എന്നുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, അല്ലാഹു രേഖപ്പെടുത്തിയതല്ലാതെ ഒരാൾക്കും അവന്റെ സമ്പത്തിൽ നിന്ന് അധികമായി ലഭിക്കുകയില്ല. അല്ലാഹു തആല സമ്പത്ത് നൽകുന്നതോ മനുഷ്യരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അവരിൽ ആരാണ് നന്മ ചെയ്യുന്നവൻ, ആരാണ് പാപങ്ങൾ ചെയ്യുന്നവൻ, അതിലാരാണ് വിശ്വസ്തനായിട്ടുള്ളവൻ, ആരാണ് കപടനായിട്ടുള്ളവൻ, അതിലാരാണ് ചതിയനായിട്ടുള്ളവൻ, അതിലാരാണ് വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്നവൻ. ഈ നിലക്ക് ഓരോ മേഖലയിലും പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅലമു അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ സമ്പത്താവട്ടെ നിങ്ങളുടെ സന്താനങ്ങളാവട്ടെ പരീക്ഷണമാണ്, അവർ ഫിത്നയാണ്. എന്നിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ അടുക്കലാണ് മഹത്തായ പ്രതിഫലമുള്ളത്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർദ് വറഫഅ ബഅദകും ഫൗഖ ബഅദിൻ ദറജാത്ത് ലിയബ്ലുവകും ഫീമാ ആതാകും. അല്ലാഹു ആണ് നിങ്ങളെ ഭൂമിയിൽ അനന്തരമായി കൊണ്ട് ഓരോ ആളുകളായി തലമുറകളായി സംവിധാനിച്ചിട്ടുള്ളത്. ചില ആളുകൾക്ക് മറ്റു ചിലരെക്കാൾ അല്ലാഹു തആല പദവി ഉയർത്തിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും മറ്റും പലതും വ്യത്യസ്തമായി അല്ലാഹു നൽകിയിട്ടുണ്ട്. ലിയബ്ലുവകും ഫീമാ ആതാകും. എന്താണോ നിങ്ങൾക്ക് നൽകപ്പെട്ടത് അതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. സഹോദരങ്ങളെ, സമ്പത്തിന്റെ മേഖലയിൽ 3 തരത്തിൽ പരീക്ഷണങ്ങളുണ്ടാകും. ഒന്നാമത്തെ മേഖല അത് സമ്പാദിക്കുന്നതിലാണ്. എങ്ങനെയാണ് അത് സമ്പാദിക്കുന്നത് എന്നതിൽ. രണ്ടാമത്തേത് അതിലുമായിട്ട് എങ്ങനെ മുഴുകുന്നു എന്നുള്ളതിലാണ്. എന്ത് സ്ഥാനമാണ് സമ്പത്തിന് നൽകുന്നത് എന്നതിൽ. മൂന്നാമത്തേത് അവൻ അതെങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതിൽ. ഈ 3 മേഖലയിലും ഓരോ മനുഷ്യനും പരീക്ഷിക്കപ്പെടുന്നതാണ്. ഒന്നാമത്തെ ഇനം അവൻ സമ്പാദിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ അടിമകളിൽ പല ആളുകളും വിശ്വസ്തയോടുകൂടി ഹലാലായ രീതിയിൽ മാത്രം ഒരു ശുഭത്തിന്റെയോ ഹറാമിന്റെയോ അംശമില്ലാതെ സമ്പാദിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. സത്യസന്ധത പുലർത്തി അമാനത്ത് കാത്തു സൂക്ഷിച്ച് ഒരു ദുൽമുമില്ലാതെ സമ്പാദിക്കുന്ന ആളുകൾ. മറ്റു ചില ആളുകൾ കാണാൻ സാധിക്കും, ഹറാമോ ഹലാലോ എന്നവർ ചിന്തിക്കുകയില്ല, ശുഭത്തുകളുണ്ടോ എന്നവർ പരിശോധിക്കാറില്ല. അവർ സമ്പാദിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അവർ ലക്ഷ്യമായിട്ടുണ്ടാവുക. ദീനിന്റെയോ അല്ലെങ്കിൽ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള മാനദണ്ഡവും പാലിക്കാതെ സമ്പത്തിന് പിന്നാലെ മുഴുകുന്ന ചതിയിലൂടെയോ വഞ്ചനയിലൂടെയോ അതിക്രമത്തിലൂടെയോ സമ്പത്ത് നേടാൻ ഒരുങ്ങുന്ന ആളുകളെയും കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞ ഈ ഹദീസ് ആലോചിച്ചു നോക്കൂ. ഇത്തഖുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅജ്മിലു ഫിത്തലബ്. നിങ്ങൾ റിസ്ക് നേടുന്നതിൽ, നിങ്ങൾ നിങ്ങളുടെ ആവശ്യമായ സമ്പത്ത് നേടുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള നിലക്കാണ് നിങ്ങൾ തേടേണ്ടത്. ഫഇന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തൗഫിയ റിസ്ഖഹാ. ഒരാളും തന്നെ അവൻ അല്ലാഹു വിധിച്ചിട്ടുള്ള റിസ്ക് അത് പൂർത്തിയാകാതെ അവൻ മരണപ്പെടുകയില്ല. വഇൻ അബ്തഅ അൻഹാ. അത് കുറച്ച് മെല്ലെയാണ് അവനിൽ എത്തുന്നത് എങ്കിലും.
അത് കുറച്ച് പതുക്കെയാണ് എത്തുന്നതെങ്കിലും അത് എത്തിച്ചേരാതെ അവൻ മരണപ്പെടുകയില്ല. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഅജ്മിലൂ ഫിത്തലബ്, ഏറ്റവും ഭംഗിയായ നിലയിൽ അഥവാ ഹലാലായത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഹറാമോ ശുബ്ഹത്തോ കടലാത്ത ഏറ്റവും പരിശുദ്ധമായ നിലക്ക് അത് കുറച്ചാണെങ്കിലും ഹലാലായ രീതിയിൽ മാത്രം നിങ്ങൾ റിസ്കിനെ തേടുക. ഖുദൂ മാ ഹില്ല വദഉ മാ ഹറമ, ഹലാലായത് നിങ്ങൾ എടുത്തുകൊള്ളുക, ഹറാമായത് ഒഴിവാക്കുകയും ചെയ്യുക. അതേ സഹോദരങ്ങളെ, ഏറ്റവും നല്ല രീതിയിലായിരിക്കണം നമ്മൾ റിസ്കിനെ തേടേണ്ടത്. ആ സമ്പത്ത് ഹലാലായതാണ് എന്ന് പരിപൂർണമായ ബോധ്യത്തോടു കൂടി ആയിരിക്കണം നമ്മൾ തേടേണ്ടത്. ഹറാമാണ് എങ്കിൽ ദുനിയാവിലും പരലോകത്തും അതവന് നഷ്ടമാണ് വരുത്തുക. സംശയമുള്ളതാണെങ്കിൽ പിന്നീട് അത് ഹറാമിലേക്ക് അവനെ എത്തിക്കുന്നതായിരിക്കും എന്ന് മറ്റു ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ പരീക്ഷണം സഹോദരങ്ങളെ, ആ സമ്പത്തുമായിട്ട് ഒരാളുടെ കൽബ് മുഴുകുന്നതിലാണ്. ഒരുവന് സമ്പത്തുണ്ട്, ആ സമ്പത്തുമായിട്ട് അവന്റെ കൽബിനുള്ള അവന്റെ സ്വന്തത്തിനുള്ള ബന്ധം എന്താണ് എന്നതിലാണ്. ചില ആളുകളെ കാണാൻ സാധിക്കും, അവർ സമ്പത്തിന് വേണ്ടിയാണ് ആളുകളെ ഇഷ്ടപ്പെടുക, സമ്പത്തിന്റെ മേലെയാണ് ആളുകളെ വെറുക്കുക. അവരുടെ ചലനവും ചിന്തയുമെല്ലാം സമ്പത്തായിരിക്കും. സമ്പത്തല്ലാത്തൊരു മാനദണ്ഡവും അവർക്കുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകളെ കാണാൻ സാധിക്കും. എന്നാൽ മറ്റു ചില ആളുകൾ അവർ സമ്പത്തിനെ ഒരു മാർഗമായി, ഒരു ഉപകരണമായി മാത്രം ഉപയോഗിക്കും. അവരുടെ കയ്യിൽ എത്രയുണ്ടെങ്കിലും അവരുടെ കൽബിൽ അത് പ്രവേശിച്ചിട്ടുണ്ടാകില്ല. അവരുടെ ഇബാദത്തിനോ അവരുടെ നിസ്കാരത്തിനോ മറ്റൊന്നിനും സമ്പത്ത് തടസ്സമാവുകയില്ല. എന്നാൽ ഒന്നാമത് പറഞ്ഞ ആളുകൾക്ക് സമ്പത്ത് അവരുടെ നിസ്കാരങ്ങൾക്കും ഇബാദത്തുകൾക്കും തടസ്സമായി തീരുന്ന വിധം അവർ മുഴുകിയിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, മൻ കാന ഹമ്മുഹു അൽ ആഖിറ, ആരുടെയാണോ പ്രധാനപ്പെട്ട ചിന്ത പരലോകമാകുന്നത്, ജമഅ അല്ലാഹു ശംലഹു വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ കാര്യങ്ങൾ അല്ലാഹു തആല ഒരുക്കി കൊടുക്കും. അവന്റെ കൽബിൽ അല്ലാഹു തആല ഐശ്വര്യം നിറക്കും. വഅതത്ഹു ദുനിയ വഹിയ റാഗിമ, അവന്റെ പിന്നാലെ ദുനിയാവ് വന്നെത്തും. അവന് പ്രത്യേകിച്ചൊരു പണിയെടുക്കാത്തതുപോലെ അവന്റെ പിന്നാലെ വന്നെത്തുന്ന അവസ്ഥയുണ്ടാകും. വമൻ കാനത് നിയ്യതുഹു അദ്ദുനിയ, ഒരുവന്റെ ചിന്തയും ലക്ഷ്യവും ഉദ്ദേശവുമെല്ലാം ദുനിയാവ് മാത്രമാണ്, അല്ലെങ്കിൽ സമ്പത്ത് മാത്രമാണ്, ദുനിയാവിയായ കാര്യങ്ങൾ മാത്രമാണ് എങ്കിൽ ഫറഖല്ലാഹു അലൈഹി ദൈഅതഹ്, അവന്റെ കാര്യങ്ങൾ ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കും. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് അതിന്റെ പിന്നാലെ അവൻ ഓടിക്കൊണ്ടേയിരിക്കും. വജഅല ഫഖറഹു ബൈന ഐനൈഹി, നീ എത്ര സമ്പത്തുണ്ടെങ്കിലും അവന്റെ മുമ്പിൽ എപ്പോഴും ദാരിദ്ര്യമായിരിക്കും. ദാരിദ്ര്യത്തെ കുറിച്ച് പേടിയൊഴിഞ്ഞൊരു സമയം അവനുണ്ടാവുകയില്ല. വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ കുതിബ ലഹു, അവൻ അല്ലാഹു തആല രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും തന്നെ ദുനിയാവിൽ അധികരിച്ച് ആ ഓടിയത് കൊണ്ട് ലഭിക്കാനും പോകുന്നില്ല. സഹോദരങ്ങളെ നോക്കൂ, ഇതിലേതവസ്ഥയാണ് സമ്പത്തുമായി ബന്ധത്തിൽ നമ്മളുള്ളത് എന്ന് പരിശോധിക്കണം. മൂന്നാമത്തെ പരീക്ഷണം സമ്പത്തുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ, അത് ചെലവഴിക്കുന്ന മേഖലയിലാണ്. നമുക്ക് കാണാൻ സാധിക്കും, ചില ആളുകൾ അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ അവർക്ക് യാതൊരു പരിഗണനയുമില്ല. ഹറാമായ ആസ്വാദനങ്ങൾ, ഹറാമായ മേഖലയിൽ നിഷിദ്ധമായ രീതിയിൽ യഥേഷ്ടം ചെലവഴിക്കുന്ന ആളുകളെ കാണാം. അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ റിയാഇനും സുമ്മത്തിനും വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളെ കാണാം. അല്ലെങ്കിൽ ഹലാലായതിൽ തന്നെ ഇസ്രാഫ് കാണിക്കുന്ന ആളുകളെ കാണാം. അങ്ങനെ പല രീതിയിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളെ കാണാം. എന്നാൽ മറ്റു ചില ആളുകൾ അവർ ഇതിനെതിരായിക്കൊണ്ടുള്ള അവസ്ഥയിലാണ്. അവർക്ക് നിർബന്ധമായി ചെലവഴിക്കേണ്ട സക്കാത്ത് നൽകാതെ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് നൽകാതെ പിശുക്കി വെക്കുന്ന ആളുകളായിട്ടും സമ്പത്തിനെ ചെലവഴിക്കുന്ന മേഖലയിൽ കാണാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ, അവർ സമ്പത്തിന്റെ ഹക്കുകൾ വീട്ടിൽ കൊടുക്കുന്നവരും, അവർ നിർബന്ധമായും ചെലവഴിക്കേണ്ട മേഖലയിൽ ചെലവഴിക്കുന്നവരും അതിന് ഇടയിലുള്ള മാർഗം പിന്തുടരുന്നവരുമായിരിക്കും. ഇബാദുർ റഹ്മാനിന്റെ വിശേഷണത്തിൽ അള്ളാഹു തആല പറഞ്ഞു, വല്ലദീന ഇദാ അൻഫഖൂ, അവർ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ലം യുസ്രിഫു വലം യഖ്തുറു, അവർ ഇസ്രാഫ് അമിതവ്യയം കാണിക്കുകയില്ല, അതുപോലെ തന്നെ പിശുക്ക് പിടിക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ, അതിനിടയിലുള്ള മാർഗമായിരിക്കും അവർ സ്വീകരിക്കുക. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങൾ സമ്പത്ത് ദുർവ്യയം ചെയ്യരുത്, അഥവാ ഹറാമായ മേഖലയിൽ, നിഷിദ്ധമായ മേഖലയിൽ നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കരുത്. സഹോദരങ്ങളെ, ഈ മൂന്ന് മേഖലയിൽ സമ്പത്ത് നേടുന്നതിലും അതുമായിട്ടുള്ള നമ്മുടെ കൽബിന്റെ ബന്ധത്തിലും അത് ചെലവഴിക്കുന്നിടത്തും നാം ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് നാം പരിശോധിക്കണം. സമ്പത്തുള്ളവൻ, അവന്റെ സമ്പത്ത് ഒരിക്കലും അവന് നിലനിൽക്കുന്നതല്ല, അവൻ സമ്പത്തിനോടൊപ്പവും നിലനിൽക്കുന്നതല്ല, അവൻ അതിനെ വിട്ടു പോകേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അവൻ തിന്നു തീർത്തതും അവൻ ഉടുത്തു നുരുമ്പിയതും പരലോകത്തേക്ക് വേണ്ടി അവൻ കൊടുത്ത സ്വതക്കയുമല്ലാതെ മറ്റൊന്നും അവന്റേതായിട്ടുണ്ടാകുന്നില്ല. മറ്റേതെല്ലാം അവന്റെ അനന്തരാവകാശികൾക്ക് അവനോട് വിട്ടേച്ചു പോകേണ്ടതാണ്. ഒരു സമ്പത്തും ഇല്ലാതെയാണ് ഈ ഭൂമിയിലേക്ക് നാം ജനിച്ചു വീണത് എങ്കിൽ ഒന്നുമില്ലാതെ തന്നെ ഇവിടെ നിന്ന് നാം പോവുകയും ചെയ്യും. എന്നാൽ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ നേടിയതും ചെലവഴിച്ചതും നാളെ അല്ലാഹുവിന് മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമാ അബ്ദിൻ
യൗമൽ ഖിയാമ ഹത്താ യുസ്അൽ. ചില കാര്യങ്ങൾ ചോദിക്കപ്പെടാതെ നാളെ പരലോകത്ത് ഒരടിമയുടെ കാൽ ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല. ആ കൂട്ടത്തിൽ പറഞ്ഞു അൻ മാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബഹു, എവിടെ നിന്നാണ് അവൻ സമ്പാദിച്ചത്, ഹലാലാണോ ഹറാമാണോ, എന്താണ്, എങ്ങനെയാണ് അവൻ സമ്പാദിച്ചത്. വഫീമ അൻഫഖഹു, എവിടെയാണ് അവൻ ചെലവഴിച്ചത്, ഏത് മാർഗത്തിലാണ് അവൻ ചെലവഴിച്ചത്. ഇതിന് മറുപടി പറയാതെ ഒരടി മുന്നോട്ട് വെക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദുല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കുക. സമ്പത്തുമായി ബന്ധപ്പെട്ട ഈ പരീക്ഷണങ്ങളിൽ ഏതവസ്ഥയിലാണ് നാം ഓരോരുത്തരും ഉള്ളത് എന്ന് സ്വയം പരിശോധിക്കുക. ഇനി ഒരാളുടെ ലക്ഷ്യം സമ്പത്ത് മാത്രമായി തീരുന്ന, മറ്റൊന്നുമില്ലാതെ അതിന്റെ പിന്നാലെ പണം അല്ലെങ്കിൽ സമ്പത്ത് എന്നത് മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന ഒരുവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് ആ സമ്പത്തിന്റെ അടിമയോട് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ അവന്റെ ഹവയെ ഇലാഹാക്കുന്നത് പോലെ സമ്പത്ത് മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരുത്തൻ അവന്റെ ഇലാഹ് സമ്പത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പദം നോക്കൂ. തഇസ അബ്ദുദ് ദീനാർ, തഇസ അബ്ദുദ് ദിർഹം, തഇസ അബ്ദുൽ ഖമീസ, തഇസ അബ്ദുൽ ഖമീല, തഇസ വൻതകസ വഇദാ ശീക ഫലൻതഖശ. തഇസ അബ്ദുദ് ദീനാർ, ദീനാറിന്റെ അടിമക്ക് നാശം, ദിർഹമിന്റെ അടിമക്ക് നാശം, അഥവാ സമ്പത്തിന്റെ അടിമക്ക്. അതുപോലെ തന്നെ തഇസ അബ്ദുൽ ഖമീസ, തഇസ അബ്ദുൽ ഖമീല, മുന്തിയതരം വസ്ത്രങ്ങളും മുന്തിയതരം ഉൽപ്പന്നങ്ങളും അതുമാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന ആളുകൾ, അത് ലക്ഷ്യം വെക്കുന്ന ആളുകൾ, അവർക്ക് നാശം. എന്നിട്ട് വീണ്ടും പറഞ്ഞു തഇസ വൻതകസ, അവന് നാശമാണ് സംഭവിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു വഇദാ ശീക ഫലൻതഖശ, അവനൊരു ചെറിയ മുള്ളു തറച്ചാൽ പോലും അത് പുറത്തെടുക്കാൻ സാധിക്കില്ല. അഥവാ ചെറിയൊരു കാര്യത്തിൽ പോലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാനോ ക്ഷമിക്കാനോ അവന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണത്തിന് മുമ്പിൽ അവന് നിൽക്കാൻ സാധിക്കുകയില്ല എന്ന്. സഹോദരങ്ങളെ, അങ്ങനെ ഒരാളായി നമ്മൾ മാറാൻ പാടില്ല. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതിന് ഒരു ലക്ഷ്യമുണ്ട്. അതിനുള്ള മാർഗമായിട്ടാണ് ഈ കാര്യങ്ങളെ നാം ഉപയോഗിക്കേണ്ടത്. എന്താണ് ലക്ഷ്യം? അള്ളാഹുവിനെ ആരാധിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഖാല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഇന്നാ അൻസൽനൽ മാല, നാം സമ്പത്ത് ഇറക്കിയിട്ടുള്ളത് ലിഇഖാമിസ് സ്വലാഹ് വഈതാഇസ് സക്കാഹ്, നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സക്കാത്ത് നൽകപ്പെടാൻ വേണ്ടിയിട്ടാണ് നാം സമ്പത്ത് ഇറക്കിയിട്ടുള്ളത്. അഥവാ അള്ളാഹുവിനോടുള്ള ഉബൂദിയത്ത് പൂർത്തീകരിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് നാം സമ്പത്ത് ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു, വലൗ കാന ലിബ്നി ആദം വാദിൻ, മനുഷ്യന് ഒരു താഴ്വര മൊത്തം സമ്പത്തുള്ളവനാണെന്ന് വിചാരിക്കുക, ലഹബ്ബ അൻ യകൂന ലഹു സാനിൻ, ഒന്നുകൂടി ഉണ്ടാകണമെന്ന് അവൻ ആഗ്രഹിക്കും. വലൗ കാന ലഹു വാദിയാൻ, രണ്ടു താഴ്വര മൊത്തം സമ്പത്തോ ആ നിലയ്ക്ക് എന്തോ അവനുണ്ട് എങ്കിൽ, ലഹബ്ബ അൻ യകൂന ലഹാ സലാസ്, മൂന്നാമത്തെ ഒന്നുകൂടി അവൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ കൊതിക്കും. വലാ യംലഉ ജൗഫ ഇബ്നി ആദം ഇല്ല തുറാബ്, മണ്ണല്ലാതെ മനുഷ്യന്റെ വയറ് നിറക്കുകയില്ല, മണ്ണല്ലാതെ അവന്റെ ഉള്ളു നിറക്കുകയില്ല എന്ന് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവർക്ക്, പുറത്തു കൊടുക്കുന്നവർക്ക് പുറത്തു കൊടുത്ത അവസ്ഥയിൽ നാളെ പരലോകത്ത് എത്തിച്ചേരാവുന്നതുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പത്തിന്റെ മേഖലയിലുള്ള ഈ പരീക്ഷണങ്ങളെ നാം സൂക്ഷിക്കുക, അതിൽ വിജയിക്കുന്ന ആളുകളായി മാറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.